വയോധികയുടെ മാല പൊട്ടിച്ചു കടന്ന പ്രതിയെ തമിഴ്നാട്ടിലെത്തി പിടികൂടി കേരള പോലീസ്. കന്യാകുമാരിയിലും തിരുനെൽവേലിയിലും ഇയാൾക്കെതിരെ സമാന കേസുകളുണ്ട്. ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങി വീണ്ടും മാല പൊട്ടിച്ച് സംസ്ഥാനം കടക്കുന്ന വെങ്കടേഷ് ബാലമുരുകനെ കേരള പോലീസ് പിടികൂടിയത് അതിസാഹസികമായാണ്. ഇക്കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയായ 70 വയസ്സുള്ള രാധാമണിയുടെ 3 പവന്റെ മാല പ്രതി പൊട്ടിച്ചെടുത്ത് കടന്നത്. ബൈക്കിലെത്തിയ പ്രതി സ്ഥലം ചോദിക്കാനെന്ന വ്യാജേനെ റോഡിലൂടെ പോകുകയായിരുന്ന രാധാമണിയെ തടഞ്ഞു നിർത്തി. സംസാരിക്കാൻ തുടങ്ങും മുൻപ് രാധാമണിയുടെ മാല വലിച്ചു പൊട്ടിച്ച് ബൈക്കിൽ കടന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. സ്ഥിരം കുറ്റവാളിയായ തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശി വെങ്കടേഷ് ബാലമുരുകനെ തേടി നേമം പോലീസ് ഇറങ്ങി. കേരളത്തിലെത്തി മോഷണം നടത്തി തിരികെ തമിഴ്നാട്ടിലേക്ക് മടങ്ങുന്ന രീതിയാണ് ബാലമുരുകന്റേത്. പ്രതിയെ നേമം പോലീസ് തമിഴ്നാട്ടിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലും തിരുനെൽവേലിയിലും പ്രതിയുടെ പേരിൽ നിരവധി മാല പൊട്ടിക്കൽ കേസുകളുണ്ട്. പല കേസുകളിൽ ശിക്ഷ പൂർത്തിയാക്കി ഇറങ്ങിയ ശേഷമാണ് വീണ്ടും മോഷണം നടത്തിയത്. നേമം SI രജീഷിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരായ കൃഷ്ണകുമാർ, വിശാഖ്, വിജി എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.